ഇന്ന് തിരുവത്താഴ് ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ ചിന്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. സീക്ക് ദ റിവാർഡ്, സീക്ക് ദ ഹോണർ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കുക. Today, in the context of Holy Communion, I would like to inform you a message that God is currently giving me, and the title of message is Seek the Honor from God. आज प्रभु भोज के संबंध में परमेश्वर जो मुझे संदेश दे रहा है वो मैं आपको बताना चाहता हूँ. वो इस प्रकार है कि परमेश्वर की ओर से हम आदर को स्वीकार करें. ഇത് വ്യക്തതയോടെ ദൈവജനം അറിഞ്ഞിരിക്കണം. കാരണം പലരുടെയും മനസ്സിൽ അപ്പോൾ ഒരു ചിന്ത വന്നു, അപ്പോൾ ഞാൻ യേശുവിനെയാണല്ലോ ബഹുമാനിച്ചുകൊണ്ടിരിക്കണേ. പക്ഷേ ഇവിടെ യേശുക്രിസ്തു പറയുന്നു, ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 5:41. Now, this is something very important because many of you may be wondering, oh, I have been honoring Jesus Christ all this while. But then Jesus Christ says in John 5 verse 41, I do not accept glory from human beings. तो आप कहेंगे कि मैं इतना समय मैं प्रभु यीशु मसीह का सम्मान करता आया हूँ, लेकिन हम देखते हैं यूहन्ना 5:41 में प्रभु यीशु कहता है, मैं इंसानों से आदर नहीं स्वीकार करता या मांगता. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മൾ എങ്ങനെയാണ് സ്വർഗസ്ഥ പിതാവിനെയും ക്രിസ്തുയേശുവിനെ സ്തുതിക്കുന്നത്? വിശുദ്ധ ബൈബിൾ എങ്ങനെയാണോ പറഞ്ഞത്, പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കണം. ഈ ബഹുമാനത്തിന്റെ മറ്റൊരു പേരാണ് ആരാധന. മനസ്സിലാകുന്നുണ്ടോ? പലരും മോഹൻലാലിന്റെ ആരാധകരായിട്ടുണ്ട്, അവർ മോഹൻലാലിനെ ബഹുമാനിക്കുന്നു. ഇങ്ങനെ പല പല ആരാധകരായിട്ടുണ്ട്. ഇതാ ചിലർ ടെണ്ടുൽക്കറുടെ ആരാധകരായിട്ടുണ്ട്, ചിലർ ബ്രൂസ്ലിയുടെ ആരാധകരായിട്ടുണ്ട്, ഇല്ലേ? ഇതാ ഇങ്ങനെ, അതായത് ഇവരെല്ലാം ബഹുമാനിക്കുക, ഓരോ ലെവലിൽ ബഹുമാനിക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സ്വർഗസ്ഥ പിതാവിനെ ബഹുമാനിക്കുന്നത്? സ്വർഗസ്ഥ പിതാവിനെ യേശു എങ്ങനെ ബഹുമാനിച്ചുവോ അതേപോലെ നമ്മളും ബഹുമാനിക്കണം. യേശുക്രിസ്തു പറയുകയാണ്, ഇതാ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു സ്വർഗസ്ഥ പിതാവിനെ ആരായിട്ടാണ് സ്തുതിച്ചേ? അത്യുന്നതനായ ദൈവമായി, തൻ്റെ അപ്പനായി സ്തുതിച്ചു. നമ്മൾ ക്രിസ്തുവിനെ എങ്ങനെയാ സ്തുതിക്കുന്നത്? അത്യുന്നതനായ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട സർവപ്രപഞ്ചത്തിന്റെ രാജാവായ കർത്താവായ യേശുവായി നാം യേശുവിനെ സ്തുതിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ബിബ്ലിക്കൽ method. So we should honor the Son just as we honor the Father, as it is written here. And this honor is essentially what we call worship. Now there are people who are fans of, say, Mohanlal or Sachin Tendulkar. They worship Mohanlal, they worship Sachin Tendulkar to an extent, which means they honor him. So, but the question is, how do we honor our God, our Father? We should honor God, our Father, as the Almighty God, as the Most High God, and we should honor our Lord and Savior Jesus Christ as the anointed one of the Most High God, as the Son of the Most High God. तो अगर आप पूछे कि हम किस तरह से पिता परमेश्वर और पुत्र का आदर करें, जिस प्रकार हम पवित्र शास्त्र में पाते हैं उसी प्रकार हम आदर करें. प्रभु यीशु मसीह ने अपने पिता से कहा था, हे पिता, मैं तेरा धन्यवाद करता हूँ, मैं और जो तूने मुझे दिए हैं उन लोगों के साथ स्तुति करता हूँ. तो स्तुति करना, आराधना करना, ये आदर का एक प्रकट करने का तरीका होता है. और जैसे कि कुछ लोग होते हैं मोहनलाल, कोई तेंदुलकर, कोई ब्रूस ली के आराधक होते हैं. इसका अर्थ क्या है? वे उन लोगों का आदर करते हैं, सम्मान करते हैं. तो जिस प्रकार बाइबल में हम पढ़ते हैं उसी आदर्श का हम पीछा करेंगे. पिता परमेश्वर को हम परम प्रधान पिता परमेश्वर के रूप से हम आराधना या आदर करेंगे, और प्रभु यीशु मसीह को उस परम प्रधान परमेश्वर के द्वारा नियोजित किए गए सारी सृष्टि के प्रभु के रूप में, प्रभुता करने वाले के रूप में हम यीशु मसीह का आदर कर सकते हैं. ശ്രദ്ധിക്കുക, ഇനി ഇതുകൊണ്ടും പിതാവ് നിർത്തിയിട്ടില്ല. ഇനി ശ്രദ്ധിക്കുക, ഇത്രയും ബഹുമാനിച്ച പോരാ തൻ്റെ പുത്രനെ. പിതാവ് പറയുകയാണ്, പുത്രൻ ഇപ്പോൾ പോയിരിക്കുക, ഇനി വീണ്ടും പുത്രൻ ഇങ്ങോട്ടേക്ക് വരും. എബ്രായലേഖനം 1-ാം പറയാ, തിരികെ വരുമ്പോ ദൈവത്തിന്റെ സർവ്വദൂതന്മാരും ഈ പുത്രനെ നമസ്കരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? പുത്രൻ തിരികെ വരും. തന്റെ പുത്രനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ സർവ്വദൂതന്മാരും പുത്രന്റെ മുമ്പിൽ മുട്ടുമടക്കണം, പുത്രനെ നമസ്കരിക്കണം, പുത്രനെ ബഹുമാനിക്കണം എന്നുള്ളത്, പുത്രന്മാരെ ബഹുമാനിക്കണം എന്നുള്ളത് യേശുവിനെ മാത്രമല്ല നമ്മളെയും. അതൊക്കെ വചനമുണ്ട്, നമ്മുടെ ക്ലാസ് അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ബഹുമാനിക്കണം എന്നുള്ളത് പിതാവിന്റെ ആഗ്രഹമാണ്. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. And this is not just the honor that God desires for his Son. He desires even greater honor for his Son. If you look the book of Hebrews in chapter 1, it says that when God comes back with his angels, he wants all the angels to bow down and worship
our Lord and Savior Jesus Christ, because God wants all the angels to honor his son. And there are other verses which says that God wants to honor not just his son Jesus Christ, but also the other sons who are redeemed through Jesus' blood, that is us. And this is the character of God, that he wants to honor all his sons. केवल इतना नहीं, लेकिन पिता की इच्छा है कि पुत्र का आदर कैसे किया जाए। पुत्र अभी स्वर्ग में है लेकिन वापस लौटेगा, तब सारी स्वर्गदूतों को भी हुक्म दिया जाता है कि वे प्रभु यीशु मसीह के सामने वे दंडवत करें और यीशु मसीह की आराधना करें। वो हम इब्रानियों 1 में पढ़ते हैं। तो हमें ये समझना है, पिता परमेश्वर का जब हम स्तुति आराधना जब आदर करते हैं, पिता की इच्छा है कि उसका पुत्र का भी आदर किया जाए। ये केवल हमारे स्वर्गीय पिता नहीं, पृथ्वी के पिता की भी ऐसे ही बात है। उसके बारे में अभी हम विवरण नहीं करेंगे, लेकिन ये समझ हमें होना चाहिए। നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ആരെ പോലെ ആകാനാ വെച്ചേക്കണേ? മനുഷ്യരെ പോലെ ആകാനാണോ യേശുവിനെ പോലെ ആകാനാണോ? ദൈവപുത്രനായ യേശുവെ പോലെ ആകാനല്ലേ? യേശു ക്രിസ്തു പിതാവോട് ചോദിക്കുകയാണ് യോഹന്നാൻ 17:5 ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. കണ്ടോ, യേശു ആരോടാ മഹത്വം അന്വേഷിക്കണേ? പിതാവിനോട്. നമ്മൾ ആരോടാ മഹത്വം അന്വേഷിക്കണേ? മനുഷ്യരോട്. അതുകൊണ്ട് നമുക്ക് ആരെ പോലെ ആകാം? യേശുവിനെ പോലെ ആകാൻ മനസ്സ് പുതുക്കി രൂപത്തിനെ, മക്കളെ ശ്രദ്ധിച്ചേക്കുക, മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തുക. ഇനി മനുഷ്യരോടല്ല ഞാൻ ബഹുമാനം അന്വേഷിക്കുന്നത്, എന്നെ സൃഷ്ടിച്ച എൻ്റെ സ്വർഗസ്ഥ പിതാവിനോടാണ് ഞാൻ ബഹുമാനം അന്വേഷിക്കുന്നത്. ഇത് ആരുടെ മോഡലാ? യേശുവിന്റെ മോഡലാ. ആ യേശുവെ പോലെ ആകാൻ ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. So where does Jesus seek his honor from? If you turn to the book of John chapter 17 verse 5, it says, "And now Father, glorify me in your presence with the glory I had with you before the world began." So Jesus did not seek his glory from men. Jesus sought his glory from God, and he asked God that he be glorified by God in the way he had the glory before the world began. And we should also be like that. We should follow the model of Jesus Christ and seek glory from God the Father and not from men. हमें यीशु मसीह के समान होना है। यीशु मसीह ने यीशु मसीह ने कभी चाहा कि मेरी प्रशंसा स्तुति करो? यीशु मसीह ने कहा, लेकिन किससे कहा? पिता परमेश्वर से कहा। हम यूहन्ना 17 में पढ़ते हैं 5वें आयत में, अब हे पिता, तू अपने साथ मेरी महिमा उस महिमा से कर जो जगत की सृष्टि से पहले मेरी तेरे साथ थी। तो हम पिता परमेश्वर से इस प्रकार कर सकते हैं, लेकिन पिता परमेश्वर से आदर चाह सकते हैं, लेकिन इंसानों से नहीं चाहना चाहिए। സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ സമാധാനവും എല്ലാ അനുഗ്രഹവും നിങ്ങളിൽ സമൃദ്ധമായി വാഴുവാനിടയാകട്ടെ. Greetings of love in the name of God our Father and our Lord and Savior Jesus Christ to everyone present in this hall and everyone listening through other media. May the life, peace and all the blessings from God reign in your life. पिता परमेश्वर के नाम से और प्रभु यीशु मसीह के नाम से आप सभियों को हमारा प्रेमी नमस्कार, जो यहाँ पर उपस्थित है और जो हमें सुन रहे हैं। पिता परमेश्वर के सारी आशीषें, उसकी शांति और जीवन और सारी आशीषें भरपूरी से आपके जीवन में राज करें। ഇന്ന് തിരുവത്താഴ് ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ ചിന്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. Seek the reward, seek the honor from God. ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കുക. Today, in the context of Holy Communion, I would like to inform you a message that God is currently giving me, and the title of message is Seek the Honor from God. आज प्रभु भोज के संबंध में परमेश्वर जो मुझे संदेश दे रहा है वो मैं आपको बताना चाहता हूँ। वो इस प्रकार है कि परमेश्वर की ओर से हम आदर को स्वीकार करें। അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ആരുടെ മെത്തേഡാന്ന് ചോദിച്ചാൽ ഇത് യേശു ക്രിസ്തുവിൻ്റെ മെത്തേഡാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മെത്തേഡാണ്. മനുഷ്യരിൽ നിന്ന് ബഹുമാനം അന്വേഷിക്കുന്നില്ല, പകരം ദൈവത്തിൽ നിന്നാണ് ബഹുമാനം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ആരെ പോലെ ആകാനാണ് നിയമിച്ചിരിക്കുന്നത്? യേശുവെ പോലെ ആകാൻ. അതുകൊണ്ട് ഇതാ യേശുവെ പോലെ ആകുവാൻ താല്പര്യമുള്ളവരെല്ലാവരും ഈ സന്ദേശം ഏറ്റെടുക്കുക. മനുഷ്യരിൽ നിന്നല്ല ബഹുമാനം അന്വേഷിക്കേണ്ടത്, ദൈവത്തിൽ നിന്നാണ്.
So now you may be wondering whose method this is. This is of course the method of our Savior Jesus Christ. He did not seek honor from men, he sought honor from God. And if you want to be like Jesus Christ, you should also follow the same method. यदि आप पूछें कि ये किसकी तरीका है, तो ये प्रभु यीशु मसीह का ही तरीका है और हम बुलाए गए हैं प्रभु यीशु मसीह का अनुसरण करने। प्रभु ने कहा, मैं इंसानों से आदर नहीं खोजता बल्कि मेरे पिता परमेश्वर से ढूंढता हूँ। ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ ദൈവജനം അറിഞ്ഞിരിക്കണം. കാരണം പലരുടെയും മനസ്സിൽ അപ്പോൾ ഒരു ചിന്ത വന്നു, അപ്പോൾ ഞാൻ യേശുവിനെയാണല്ലോ ബഹുമാനിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ പക്ഷേ ഇവിടെ യേശുക്രിസ്തു പറയുന്നു, ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. ഹല്ലേലൂയ. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 5:41. Now, this is something very important because many of you may be wondering, oh, I have been honoring Jesus Christ all this while. But then Jesus Christ says in John 5, verse 41, I do not accept glory from human beings. तो आप कहेंगे कि मैं इतना समय मैं प्रभु यीशु मसीह का सम्मान किया रहा हूँ, करता आया हूँ, लेकिन हम देखते हैं यूहन्ना 5:41 में प्रभु यीशु कहता है, मैं इंसानों से आदर नहीं स्वीकार करता या मांगता। ഒരു പക്ഷേ പുതിയതായി ഇത് കേൾക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ ഇത് ഇടിയായിരിക്കും ഇത്. എങ്കിൽ അത് നമുക്ക് വചനം വായിച്ചതെന്ന് ഉറപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5:41 ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബൈബിൾ അങ്ങനെ തന്നെ ഒന്ന് നോക്കുക. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിന്ത തോന്നുന്നു, അപ്പോൾ ഞാൻ ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നതോ? പ്രിയ കുഞ്ഞുങ്ങളെ, ക്രിസ്തു ഒരിക്കലും നമ്മളോട് ക്രിസ്തുവെ ബഹുമാനിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല, സ്തുതിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാനും നിങ്ങൾ ക്രിസ്തുവെ സ്തുതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ബഹുമാനിക്കുന്നത് അത്യുന്നതനായ ദൈവത്തെയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. കാരണം ദൈവകൽപ്പനയാണ് നമുക്കുള്ളത്. പുത്രനെ അതായത് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന്. ഇതാരുടെ ആഗ്രഹമാണ്? പിതാവിൻ്റെ ആഗ്രഹമാണ്. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അല്ലാതെ പുത്രൻ നമ്മളോട് ബഹുമാനം ചോദിച്ച് വാങ്ങുന്നത് അല്ല. Now, this may be a shock to many of you people. Therefore, I would like to read it again. John chapter 5, verse 41. I do not accept glory from human beings. Now, you may be wondering, so we have been praising him, we have been glorifying him for so long. So, what about that? Now, what you need to realize is that whenever you are glorifying our Lord Jesus Christ, you are actually glorifying God our Father. Because God said, just like so that the Son also may be honored just like the Father is, all the judgment has been entrusted to the Son. So it is the desire of God the Father that Jesus Christ be honored. Jesus Christ himself does not seek glory, but it is the desire of God the Father that Jesus Christ be honored. Therefore, when we praise Jesus Christ, we are obeying God's command. हम वचन को पढ़ेंगे, यूहन्ना 5:41। मैं मनुष्यों से आदर नहीं चाहता। ये सुनते वक्त शायद कुछ लोगों को अचंभा लगे, हम तो इतने समय प्रभु यीशु की ही स्तुति प्रशंसा करते थे, आदर करते थे। तो इसका जवाब हमें समझना है, प्रभु यीशु मसीह ने किसी से आदर सम्मान नहीं चाहता, लेकिन पिता परमेश्वर की इच्छा है ये कि जिस प्रकार सभी लोग पिता का सम्मान आदर करते हैं, उसी प्रकार पुत्र का भी करें। इसीलिए ही पिता किसी का न्याय नहीं करता, उसने न्याय करने का काम अपने पुत्र को सौंपा है। ശ്രദ്ധിച്ച്, ഇതാണ് യോഹന്നാൻ 5:22 അതിന് മുമ്പ് പറയുന്നത്. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന്. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഇത് പിതാവിൻ്റെ ആഗ്രഹമാണ്, നാം പുത്രനെ ബഹുമാനിക്കണമെന്ന്. അത് പിതാവിൻ്റെ ഒരു അതായത് പിതാവ് ആക്കി വെച്ച സ്ഥാനം, പുത്രന് ഏത് സ്ഥാനം കൊടുത്തോ ആ സ്ഥാനം ജനം അംഗീകരിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിതാവ് ദൈവപുത്രനായ ക്രിസ്തുവിനെയും ക്രിസ്തുവിലുള്ള എല്ലാ ദൈവപുത്രന്മാരെയും ബഹുമാനിക്കാൻ വളരെ താല്പര്യത്തോടുകൂടെ നിൽക്കുന്ന വ്യക്തിത്വമാണ്. ഇതുകൊണ്ടാണ് ധൂർത്തപുത്രൻ തിരികെ വന്നപ്പോൾ
ഇതാ താൻ മോതിരമൂരി അവൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തത്. ഇതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞേ, മകളെ, ചെറിയ ആട്ടുകൂട്ടമേ, ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ, നിങ്ങളെ രാജാക്കന്മാരാക്കുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നമ്മളെല്ലാം ബഹുമാനിക്കുവാൻ സ്വർഗത്തിലെ നമ്മുടെ അപ്പന് താല്പര്യം ഉണ്ട്, ദൈവം തന്ന സ്ഥാനത്തിനനുസരിച്ച്. So this verse that we discussed is in the same chapter, which is book of John chapter 5 verse 22. Moreover, the Father judges no one, but has entrusted all judgment to the Son, that all may honor the Son just as they honor the Father. Whoever does not honor the Son does not honor the Father who sent him. So although Jesus Christ does not seek glory, it is Father's desire that we, all of us, honor our Lord and Savior Jesus Christ. And He has given Him the honor, the position of judging all humanity, so that we honor Him. Therefore, you should realize that our Father's personality, our Father wants to honor His Son Jesus Christ, and not just His Son Jesus Christ, but all the redeemed who are in our Lord and Savior. And He wants to give them all their appropriate positions so that they can all deserve that honor. ये बात जो हमने कहा वो यूहन्ना 5:22 में हम पढ़ते हैं, पिता 22 और 23, पिता किसी का न्याय नहीं करता, परंतु न्याय करने का सब काम पुत्र को सौंप दिया है। तो जैसे हमने बताया, पुत्र किसी से आदर नहीं चाहता, लेकिन पिता की इच्छा ये है कि सब लोग जैसे पिता का आदर करते हैं वैसे पुत्र का करें। साथ ही साथ हम समझ सकते हैं इससे पिता को अच्छा लगता है कि लोग पुत्र का आदर करें। उसी से के साथ में यीशु मसीह में जितने भी उद्धार पाए हुए हैं सबका आदर करें, ये हम देखते हैं। ഹല്ലേലൂയ. ഇവിടെ സഭയ്ക്കൊരു തെറ്റ് പറ്റിയത് ഇങ്ങനെയാണ്, മേജർ സഭകൾക്കും പറ്റിയ തെറ്റിങ്ങനെയാണ്. ഈ വാക്യത്തിൽ പറയുന്നത് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിനാണ്. എന്നാൽ സഭകളിൽ നല്ലൊരു പങ്കും ചെയ്തത് പിതാവിനെ ഒഴിവാക്കി പുത്രനെ ബഹുമാനിക്കാൻ തുടങ്ങി. അതായത് റഫറൻസ് പാറ്റേൺ ഇല്ല. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ. അപ്പോൾ ആദ്യം നാം ആരെ ബഹുമാനിക്കണം? പിതാവിനെ ബഹുമാനിക്കണം. പിടുത്തം കിട്ടിയോ? എന്നിട്ട് അതുപോലെയാണ് പുത്രനെ ബഹുമാനിക്കേണ്ടത്. എന്നാൽ മറ്റൊരു യേശു വന്നിട്ട് പിതാവിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് പുത്രനെ ബഹുമാനിക്കാൻ തുടങ്ങി. അതല്ല ബൈബിളിലെ യേശു നമ്മളോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ചിലർ പറയും ഞങ്ങൾ ഓക്കെ. So one of the mistakes that the churches have done, so if you read this verse, it says so that all may honor the Son just as they honor the Father. So according to this verse, you should honor the Son just as you honor the Father. But the mistakes that the churches have done, they have removed the Father and they just have installed a false Jesus, and all the honor is now going to that false Jesus. कलीसियाओं में, अधिकांश कलीसियाओं में गलती ये हुई है कि यहाँ पर क्या लिखा है 23 के आयत में, जैसे पिता का आदर करते हैं वैसे वे पुत्र का भी आदर करें। लेकिन अधिकांश कलीसियाओं में वे सिर्फ यीशु मसीह का आदर करते हैं, पिता को उन्होंने बाजू में रख दिया है। പ്രിയ സഹോദരികൾ, എന്നാൽ ചിലർ നിങ്ങൾ പറയും, ഇല്ല ഞങ്ങളുടെ സഭയിൽ അങ്ങനെയൊന്നുമല്ല, ഞങ്ങളുടെ സഭയിൽ പിതാവിന് ബഹുമാനം കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാം, പിതാവിന് പലപ്പോഴും പിതാക്കന്മാർക്ക് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതാ വീടുകളിൽ അവരുടേതായ എല്ലാം ഊറ്റി അമ്മയും മക്കളും ജീവിക്കും. അവർക്ക് അതിനുള്ളൊരു കാലമില്ലാതെയാകുമ്പോൾ പിതാവിനെ പയ്യെ ഒരു കോർണറിലേക്ക് തള്ളും. ഇത് സ്വർഗസ്ഥ പിതാവിനെ നമ്മൾ ചെയ്യുന്നതിൻ്റെ നിഴലാണ് നമ്മൾ ഭൂമിയിൽ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ശ്രദ്ധിക്കുക, പിതാവിനെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളോട് ഞാൻ ചലഞ്ച് ചെയ്യാം. നിങ്ങളുടെ ചർച്ചിലേക്ക് പോകും, എന്നിട്ട് നിങ്ങളുടെ ആരാധനയിൽ ഒരു 3 പാട്ട് പാടുന്നുണ്ടെങ്കിൽ അത് ആരെക്കുറിച്ചാവും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ? പുത്രനെ കുറിച്ചായിരിക്കും. ഇനി വല്ലപ്പോഴും എവിടെയെങ്കിലും ഒരു പിതാവിനെ കുറിച്ച് ഒരു പാട്ട് കിട്ടിയാൽ അതുകൊണ്ട് തൃപ്തി അടഞ്ഞോളണം. നിങ്ങൾ ശ്രദ്ധിച്ചു, ഇത് കണ്ടോ? ഈ പാട്ട് പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിയോൻ കിതാബിൽ അല്ലേ 10,000-2500 പാട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതിൽ ഏകദേശം 1800-2000 പാട്ട് മലയാളത്തിലുണ്ട്. ഒരു ദിവസം ഇത് ഹൃദയത്തിൻ്റെ അകത്ത് തെളിഞ്ഞപ്പോൾ ഒരു സഹോദരനെ നിർത്തി ഇത് എണ്ണിച്ചു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എണ്ണിയിട്ട് ഇതിൽ പാട്ട് 74 പാട്ടുണ്ട് പിതാവിനെ കുറിച്ച്.
മനസ്സിലായോ? ഒരു മൂലയ്ക്ക് തള്ളിയിട്ടു. പുത്രനെ കൊണ്ട് പിതാവിനെ ഒഴിവാക്കിയ ഒരു ക്രിസ്ത്യാനിത്വമായിട്ട് നടക്കുക. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ അങ്ങനെയല്ല, യേശുവിനെ പോലെയായിരിക്കണം. യേശു തന്നിലൂടെ പിതാവിനെ ഇങ്ങോട്ട് ഇറക്കുകയാണ്, അല്ലാണ്ട് പിതാവിനെ ഒഴിവാക്കുകയല്ല. സത്യത്തിലെ യേശു അതാണ്. So now you may be wondering, oh, our churches is, you may be saying, oh, our churches is not like that, we honor the Father. But I want you to go home and look at your worship session and see how many songs are sung in praise of our Savior Jesus Christ and in praise of our Father in heaven. And you will see that at most maybe 1 out of 3 or 5 songs will be for our Father in heaven. If you look at the song book, which is Sion Geethavali, there are around 1800 or 2000 Malayalam songs, out of which only around 70 worship God our Father. Rest are not about God our Father. So it's like, there are certain households where when the father is working, the wife and the children extract everything from him, and when he is retired, finally they move him to a corner and go along. And that's how it is done in our churches. We have moved our father to a corner. जैसे हम देखते हैं कई घरों में लोग, वहाँ की माँ और बच्चे, पिता जब वो नौकरी करते हैं या कमाते हैं तो उनसे जो मिल सकता है वो सब लेते हैं, लेकिन जब वो बूढ़ा हो जाता है तो उसको एक कोने में सरका देते हैं। यही हम करते हैं कई बार पिता परमेश्वर के साथ। हमारी कलीसिया में यही हो रहा है। अगर आप कहें कि नहीं, मेरे कलीसिया में ऐसा नहीं है, तो मैं आपसे शर्त रखना चाहता हूँ, आप जाकर अपनी कलीसिया में देखिए, जो गीत गाए जाते हैं तो उसमें से आप उसको ध्यान दीजिए, कितने गीत प्रभु यीशु के बारे में हैं और कितने गीत पिता परमेश्वर के बारे में। मुश्किल से शायद एक गीत मिल जाए। और उदाहरण के तौर से यहाँ पर जो सियोन गीतावली नाम का गीत माला है, उसमें अगर मैंने एक भाई के द्वारा चेक कराया, करीब 1800-2000 गीत उसमें है। केवल 70 गीत ऐसे हैं जो पिता परमेश्वर की स्तुति है और बाकी सब प्रभु यीशु मसीह की ही स्तुति करते हैं। പ്രിയ സഹോദരങ്ങൾ, ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പുത്രനെ ബഹുമാനിക്കേണ്ടെന്നല്ല, ബൈബിൾ പറഞ്ഞതുപോലെ ബഹുമാനിക്കണം. ഇതാ സ്വർഗത്തിലെ ദൈവം. ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല, പക്ഷേ അനേക ദൈവവചനങ്ങൾ ദൈവരാജ്യത്തിൻ്റെത് എനിക്ക് തന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവരാജ്യത്തിൻ്റെ മൊഴികൾ മനുഷ്യ മനസ്സിൽ നിൽക്കത്തില്ല. അപ്പോൾ ഇത് നിൽക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കേൾക്കണം. എനിക്ക് ഈ ദൈവവചനങ്ങൾ കേൾക്കാൻ വേണ്ടി ഇത് പാട്ട് രൂപത്തിൽ സ്വർഗത്തിൽ എനിക്ക് തന്നു. ഞാനത് റെക്കോർഡ് ചെയ്തു. ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല. തുടർന്ന് എൻ്റെ കാറിലിട്ട് അത് ഞാൻ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കാറിൽ കയറിയവർ ഇത് കേട്ടപ്പോൾ അവർക്കും വേണോ അതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അതെടുത്തു കൊണ്ടുപോയി ഒരു പുസ്തകമാക്കി, പാട്ടുപുസ്തകം ആക്കി. ഈ പാട്ടുപുസ്തകം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിൽ പിതാവിനെയും ബഹുമാനിക്കുന്നുണ്ട്, പുത്രനെയും ബഹുമാനിക്കുന്നുണ്ട്. പിതാവിനെ ഒഴിവാക്കിയല്ല പുത്രനെ ബഹുമാനിക്കുന്നത്. എങ്ങനെയാണോ പിതാവിനെ ബഹുമാനിക്കുന്നത് അതുപോലെ തന്നെ പിതാവിൻ്റെ കൽപ്പനയാൽ, ശ്രദ്ധിക്കുക, പിതാവിൻ്റെ കൽപ്പനയാൽ പുത്രനെ ബഹുമാനിക്കുന്നു. ജസ്റ്റ് ഒരു ഹ്യൂമൻ എക്സാമ്പിൾ. ഇപ്പോൾ എനിക്ക് എൻ്റെ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ എനിക്ക് ദൈവം തന്നിട്ടുള്ള ആ പ്രോപ്പർട്ടിയിലേക്ക് എൻ്റെ മകൻ വരികയാണെങ്കിൽ ആ മകനെ ബഹുമാനിക്കണമെന്നുള്ളത്, അവിടുത്തെ സ്റ്റാഫുകൾ മകനെ ബഹുമാനിക്കണമെന്നുള്ള ആരുടെ ആഗ്രഹമാണ്? എൻ്റെ ആഗ്രഹം. ഇതേപോലെ തന്നെയാണ് സ്വർഗസ്ഥ പിതാവിൻ്റെ ആഗ്രഹം. ആ ക്രിസ്തു എവിടെയൊക്കെ മൂവ് ചെയ്യുന്നുവോ ആ പിതാവിൻ്റെ പേരിൽ ക്രിസ്തുവിനെ എല്ലാവരും ബഹുമാനിക്കണം. കാരണം ആ ക്രിസ്തുവിനെയാണ് പിതാവ് പ്രപഞ്ചത്തിൻ്റെ രാജാവാക്കി അഭിഷേകം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് മറക്കരുത്. ഹല്ലേലൂയ. ചിലർ ക്രിസ്തുവിനെ അങ്ങ് ഒഴിവാക്കുന്നു, മനസ്സിലായോ? ഹല്ലേലൂയ. എന്നിട്ട് അവർ യഹോവ സാക്ഷി എന്ന പേര് നിൽക്കുന്നു. ചിലർ അങ്ങനെയല്ല, തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. അങ്ങനെയല്ല, ബൈബിൾ ഏത് പറയുന്നുവോ അത് തന്നെ ആയിരിക്കണം നാം ചെയ്യേണ്ടത്. ഇടത്തോട്ട് മാറരുത്, വലത്തോട്ട് മാറരുത്. ആസ് ഇറ്റ് ഈസ്. So if you look at the book in my hand, when I started receiving words from the kingdom of God, sometimes it's too tough. You won't digest it in one go. So I created songs out of it so that I can hear it and digest it better. And many people who entered
entered my car, I used to play such songs in my car. When many people entered my car, they also wanted such songs. So finally we published those songs as a book. And although pastor is saying he's not a I'm not a or a songwriter, we did write few songs in that context. And if you look at the songs, we honor God our Father and our Lord Jesus Christ. Just like if in the companies that I own, if my son is to come, I would expect that the son is honored just like they honor me. In the same manner, we also honor our Lord and Savior Jesus Christ just like we honor our God the Father. And that is how the song books are. इसका अर्थ, कहने का अर्थ ये नहीं है कि यीशु मसीह का सम्मान नहीं करना है। जिस प्रकार बाइबल हमें सिखाती है उसी आदर्श में हम प्रभु यीशु का सम्मान करेंगे और पिता परमेश्वर का भी सम्मान करना है। उदाहरण के तौर से अगर पासबान की जो कंपनियां हैं या प्रॉपर्टी है वहाँ पर उनका बेटा आता है तो उनकी इच्छा है कि वे स्टाफ, कंपनी के स्टाफ बेटे का भी सम्मान करें। इसी प्रकार पिता परमेश्वर का इच्छा है हम प्रभु यीशु मसीह का सम्मान करें। और परमेश्वर ने पासबान को जब स्वर्ग के राज्य की सच्चाई बताई तो वो भूल जाते हैं लोग। इसके लिए उन्होंने क्या किया है, उनको गीत के रूप में उसे निर्माण करके रिकॉर्ड करा के वे अपनी गाड़ी में जब चलते थे तो वो सुनते थे। और कुछ लोगों ने जब सुना उन्होंने उसको एक गीत की पुस्तक में उन गीतों को रखा है। आप उसको पढ़ेंगे तो आप समझेंगे हम पिता परमेश्वर का आदर करते हैं और प्रभु यीशु का भी आदर करते हैं। कुछ लोग होते हैं जो प्रभु यीशु को बिल्कुल ठुकरा देते हैं, जैसे कि जेहोवाज विटनेस ग्रुप ऐसा एक है। हमें ऐसा भी नहीं करना है, पिता का सम्मान करना है और जैसे पिता का आदेश है पुत्र का भी सम्मान करना है। ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മൾ എങ്ങനെയാണ് സ്വർഗസ്ഥ പിതാവിനെയും ക്രിസ്തുയേശുവിനെ സ്തുതിക്കുന്നത്? വിശുദ്ധ ബൈബിൾ എങ്ങനെയാണോ പറഞ്ഞത്, പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കണം. ഈ ബഹുമാനത്തിൻ്റെ മറ്റൊരു പേരാണ് ആരാധന. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പലരും മോഹൻലാലിൻ്റെ ആരാധകരായിട്ടുണ്ട്. അവർ മോഹൻലാലിനെ ബഹുമാനിക്കുന്നു. ഇങ്ങനെ പല പല ആരാധകരായിട്ടുണ്ട്. ഇതാ ചിലർ ടെണ്ടുൽക്കറുടെ ആരാധകരായിട്ടുണ്ട്, ചിലർ ബ്രൂസ്ലിയുടെ ആരാധകരായിട്ടുണ്ട്, ഇല്ലേ? ഇതാ ഇങ്ങനെ, അതായത് ഇവരെല്ലാം ബഹുമാനിക്കുക, ഓരോ ലെവലിൽ ബഹുമാനിക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സ്വർഗസ്ഥ പിതാവിനെ ബഹുമാനിക്കുന്നത്? സ്വർഗസ്ഥ പിതാവിനെ യേശു എങ്ങനെ ബഹുമാനിച്ചുവോ അതേപോലെ നമ്മളും ബഹുമാനിക്കണം. യേശു ക്രിസ്തു പറയുകയാണ്, ഇതാ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു സ്വർഗസ്ഥ പിതാവിനെ ആരായിട്ടാണ് സ്തുതിച്ചേ? അത്യുന്നതനായ ദൈവമായി തൻ്റെ അപ്പനായി സ്തുതിച്ചു. നമ്മൾ ക്രിസ്തുവിനെ എങ്ങനെയാണ് സ്തുതിക്കുന്നത്? അത്യുന്നതനായ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട സർവപ്രപഞ്ചത്തിൻ്റെ രാജാവായ കർത്താവായ യേശുവായി നാം യേശുവിനെ സ്തുതിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാണ് ബിബ്ലിക്കൽ മെത്തേഡ്. So we should honor the Son just as we honor the Father, as it is written here. And this honor is essentially what we call worship. Now, there are people who are fans of, say, Mohanlal or Sachin Tendulkar. They worship Mohanlal, they worship Sachin Tendulkar to an extent, which means they honor him. But the question is, how do we honor our God, our Father? We should honor God, our Father, as the Almighty God, as the Most High God, and we should honor our Lord and Savior Jesus Christ as the Anointed One of the Most High God, as the Son of the Most High God. तो अगर आप पूछें कि हम किस तरह से पिता परमेश्वर और पुत्र का आदर करें, जिस प्रकार हम पवित्र शास्त्र में पाते हैं उसी प्रकार हम आदर करें। प्रभु यीशु मसीह ने अपने पिता से कहा था, हे पिता, मैं तेरा धन्यवाद करता हूँ, मैं और जो तूने मुझे दिए हैं उन लोगों के साथ स्तुति करता हूँ। तो स्तुति करना, आराधना करना, ये आदर का एक प्रकट करने का तरीका होता है। और जैसे कि कुछ लोग होते हैं मोहनलाल, कोई तेंदुलकर, कोई ब्रूस ली के आराधक होते हैं। इसका अर्थ क्या है? वे उन लोगों का आदर करते हैं, सम्मान करते हैं। तो जिस प्रकार बाइबल में हम पढ़ते हैं उसी आदर्श का हम पीछा करेंगे। पिता परमेश्वर को हम परम प्रधान पिता परमेश्वर के रूप से हम आराधना या आदर करेंगे और प्रभु यीशु मसीह को उस परम प्रधान परमेश्वर के द्वारा नियोजित किए गए सारे सृष्टि के प्रभु के रूप में, प्रभुता करने वाले के रूप में हम यीशु मसीह का आदर कर सकते हैं। യേശു ക്രിസ്തു ഹെബ്രായ ലേഖനം 2:12-13 നമുക്കത് കാണാം. യേശു സഭാ മധ്യേ സഹോദരങ്ങളോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് കാണാം. ഹല്ലേലൂയ. അവർ എഴുതി വെച്ചിരിക്കുകയാണ്, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും.
അതായത് സ്വർഗസ്ഥ പിതാവിനെ ആരെ അറിയിക്കും? സഹോദരന്മാരെ അറിയിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഞാൻ ആ ദൈവത്തിൽ അവനിൽ ആശ്രയിക്കും. അപ്പൊ യേശു ആരിൽ ആശ്രയിക്കും? സ്വർഗസ്ഥ പിതാവിൽ ആശ്രയിക്കും. എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. എന്നിട്ട് അതിൻ്റെ 2-ാം വാക്യത്തിൽ 2:12 പറയാണ്, സഭാമധ്യേ ആരൊക്കെയുണ്ട് സഭയിൽ? ഞാനും എൻ്റെ സഹോദരന്മാരും ഒക്കെ സഭയിലുണ്ട്. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. ശ്രദ്ധിച്ചു കേൾക്കുക. യേശുക്രിസ്തു പറയാണ്, പിതാവേ, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് പറഞ്ഞിട്ട് ആ സഭയുടെ മധ്യേ ഞാൻ എന്ത് ചെയ്യും? നിന്നെ സ്തുതിക്കും. അപ്പൊ യേശുവിനോട് ചേർന്ന് നമുക്കും ആ പിതാവിനെ സ്തുതിച്ചുകൂടെ? ഇതല്ലേ ബൈബിളിലെ മെത്തേഡ്. ഇത് നാം ചെയ്യണം. അപ്പോൾ ആ പിതാവ് പറയും, നിങ്ങൾ എന്നെ ബഹുമാനിച്ചതുപോലെ തന്നെ എൻ്റെ പുത്രനെയും ബഹുമാനിക്കുക. അങ്ങനെ നാം പുത്രനെയും ബഹുമാനിക്കും. ആരായിട്ട്? സർവപ്രപഞ്ചത്തിൻ്റെയും രാജാവായി കർത്താവായി സ്വർഗസ്ഥ പിതാവിനാൽ നിയമിച്ചിരിക്കുന്ന പുത്രനെ. ഹല്ലേലൂയ. അത് ചെയ്യാത്ത പലരും ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, സർവമുഴങ്കാലം യേശുക്രിസ്തുവിന്റെ മുമ്പിൽ മടക്കും. ആര്? സ്വർഗസ്ഥ പിതാവ്. ഇത് കൽപ്പനയാണ്. ഹല്ലേലൂയ. യേശുവാണ് കർത്താവെന്ന് 3 ലോകത്തുള്ളവരും, ഹല്ലേലൂയ, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ളവരും 3 ലോകത്തുള്ളവരും അത്യുന്നതനായ ദൈവത്താൽ നിയമിക്കപ്പെട്ട സർവപ്രപഞ്ചത്തിന്റെയും രാജാവ് കർത്താവ് ക്രിസ്തുവാണെന്ന് 3 ലോകത്തുള്ളവരും സമ്മതിച്ച് അവന്റെ മുമ്പാകെ മുട്ടുമടക്കും. എന്തിനു വേണ്ടി? ഫിലിപ്പിയർ 2 എഴുതി വച്ചിരിക്കുക, പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി. ആരാണോ നിയമിച്ചാക്കിയത് ആ ദൈവത്തിന്റെ മഹത്വത്തിനായി സകലരും പുത്രന്റെ മുമ്പിൽ മുട്ട് മടക്കും. ഇതിന്റെ ഒരു നിഴലും കൂടി പറഞ്ഞിട്ട് പറയാ. ഇതിന്റെ നിഴലാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ. ഫറവോയും ജോസഫും. ഫറവോ ജോസഫിനെ ആ നാട്ടിലെ ഏറ്റവും ഉയരത്തിലുള്ള നാമം കൊടുത്തു. ഒരു നാമം ഒഴിച്ച്, ഫറവോ എന്ന നാമം ഒഴിച്ച്, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ ഉയർന്നിരിക്കും. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. യേശുവിന് പിതാവ് എല്ലാ നാമത്തിലും ഉപരിയായ നാമം കൊടുത്തു, ഒരു നാമം ഒഴിച്ച്, സ്വർഗസ്ഥ പിതാവ് എന്ന നാമം ഒഴിച്ച്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് നാം മനസ്സിലാക്കുക. നാം യേശു ക്രിസ്തുവോട് ചേർന്ന് അത്യുന്നതനായ ദൈവത്തെ സഭാമധ്യേ സ്തുതിക്കും. അപ്പോൾ യേശു നമ്മുടെ ആരാണ്? നമ്മുടെ കർത്താവാണ്, നമ്മുടെ ലീഡറാണ്, സർവപ്രപഞ്ചത്തിൻ്റെയും പിതാവായ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവാണ്. ഹല്ലേലൂയ. So we should worship God our Father as the Almighty God, as the highest authority, just like Jesus worshipped him. So how did Jesus worship him? So if we turn to the book of Hebrews chapter 2 verse 12, it's written here. He says, I will declare your name to my brothers and sisters. In the assembly I will sing your praises. And again I will put my trust in him. And again he says, here I am and the children God has given me. So this is a verse about Jesus Christ, how Jesus Christ worshipped God the Father. Here it says that in the assembly I will sing your praises. I will declare your name to my brothers and sisters. So we are in the assembly. So in this assembly, Jesus Christ wants us to declare the praise of God our Father. And again it says, I will put my trust in him. So here as the verse says, Jesus Christ wants us to declare God's name in this assembly, because this is his assembly. And when we declare and praise God our Father, God will tell us to honor our Lord and Savior Jesus Christ, because God has anointed Jesus Christ as the Lord of Lords and the King of Kings. Jesus Christ is the ruler of all God's creation and is the Lord of Lords and the King of Kings. And just like we honor our Father as Jesus Christ honored him, God will ask us to honor Jesus Christ. As we honor God our Father as the Almighty God, he will want us to honor Jesus Christ as the ruler of all 3 worlds,
ruler of the as the Lord of Lords and the King of Kings. And as Bible says, God wants every knee to bow down before Jesus Christ, while every knee in heaven and earth and under the earth to bow down before Jesus Christ, and God will make it happen. Why? As the book of Philippians says, for the honor of God the Father, because God the Father has determined and planned as such. और पिता परमेश्वर और प्रभु यीशु का आदर, हमें पिता परमेश्वर का आदर किस प्रकार करना है, जैसे यीशु मसीह ने किया। इब्रानियों 2:12 में हम पढ़ते हैं, वह कहता है, मैं तेरा नाम अपने भाइयों को सुनाऊंगा, सभा के बीच मैं तेरा भजन गाऊंगा। तो निश्चय हम भी जब सभा होकर इकट्ठा करते हैं, हम पिता परमेश्वर का आदर और स्तुति कर सकते हैं। जब हम पिता का स्तुति और आदर करेंगे, पिता ने हुक्म देंगे कि पुत्र का भी आदर और स्तुति किया जाए, क्योंकि जैसे हम वचन में पढ़ते हैं, पिता की इच्छा, पिता के आज्ञा से हर एक घुटना प्रभु यीशु के आगे टिकेगा। ये इसलिए ताकि क्योंकि पिता परमेश्वर ने प्रभु यीशु को सारी सृष्टि, सारे प्रपंच का राज करने के लिए, उसका प्रभुता करने के लिए नियुक्त किया है। तो जिस उदाहरण के तौर से, और यीशु मसीह को नाम दिया गया है सभी नामों से ऊंचा नाम, केवल एक नाम से ऊंचा, जो अपने खुद का नाम है, जो पिता परमेश्वर का नाम है। इसका उदाहरण है फ़िरौन और यूसुफ। फ़िरौन ने यूसुफ को सारा अधिकार दिया और कहा कि केवल सिंहासन से मैं तुझसे ऊंचा रहूँगा। तो इसी प्रकार प्रभु यीशु मसीह को पिता परमेश्वर ने आदर और सम्मान करने का आदेश दिया है, लेकिन सबसे पहले हम पिता परमेश्वर का आदर करेंगे। ഹല്ലേലൂയ. ഇനി ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് സിമ്പിൾ മൈൻഡായിട്ടുള്ള ആൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായെങ്കിൽ, ഇതേ രീതിയിലുള്ള ഒരാരാധന നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാം. പഴയ ഉടമ്പടി പുസ്തകത്തിൽ ദാവീദ് ദേവാലയ നിർമ്മാണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ജനം മുമ്പിൽ നിൽക്കുക. ജനത്തോട് ദാവീദ് പറയാണ്, എല്ലാവരും, ദാവീദ് ആരാന്നറിയാലോ അല്ലേ? രാജാവാണ്. എല്ലാവരും യഹോവേ വാഴ്ത്തി വണങ്ങുവേൻ എന്ന് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ അവിടെ ജനമെല്ലാം എഴുതി വച്ചിരിക്കുകയാണ്, അവരെല്ലാം വാഴ്ത്തി വണങ്ങി, യഹോവയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു. ഹല്ലേലൂയ. യഹോവയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു. അതാണ് ദിനവൃത്താന്തം 1 ദിനവൃത്താന്തം 29:20 പറയുന്നത്. പിന്നെ ദാവീദ് സർവ്വസഭയോടും, ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞു. ദൈവമായ യഹോവയെ വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ സഭ മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ വാഴ്ത്തി, യഹോവയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. യഹോവയെ അവരാരായിട്ട് നമസ്കരിച്ചേ? അത്യുന്നതനായ ദൈവമായിട്ട്. രാജാവിനെ അവരാരായിട്ട് നമസ്കരിച്ചേ? ദാവീദിനെ രാജാവായിട്ട്. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. രണ്ടു പേർക്കും ബഹുമാനം കൊടുത്തു. ഇതേപോലെ പിതാവിനെ, യേശുക്രിസ്തു മഹത്വപ്പെടുത്തുന്ന പിതാവിനെ അത്യുന്നതനായ ദൈവമായും, അപ്പോൾ തന്നെ ആ അത്യുന്നതനായ ദൈവത്തിൻ്റെ മകനായ പുത്രനെ അത്യുന്നതനായ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട സർവപ്രപഞ്ചത്തിൻ്റെ രാജാവായി, കർത്താവായി നമ്മൾ വണങ്ങുന്നു. ഇതാണ് ബിബ്ലിക്കൽ മെത്തേഡ്. ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അവനവന് നല്ലത്. മറ്റ് ചോയ്സുകൾ, മറ്റു കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് അവനവൻ്റെ ഇഷ്ടം. ഇതാണ് ഞാൻ ബൈബിളിൽ കണ്ടത്. വേറെ എന്തെങ്കിലും നിങ്ങൾ ബൈബിളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാനത് പരിശോധിക്കാം. സത്യമാണെങ്കിൽ ഞാനും അത് ഫോളോ ചെയ്യാം. So the same model of worship is also seen in the Old Testament. If you go to the book of 1 Chronicles chapter 29 verse 20 onwards. And David said to all the assembly, now bless Jehovah your God. And all the assembly blessed Jehovah, the God of their fathers, and bowed down their heads and worshipped Jehovah and the king. So here we have David coming up with an assembly, David assembling an assembly, and in that assembly he worshipped God the Father. And just like in the book of Hebrews, we saw that Jesus Christ is worshipping God in the assembly that he has assembled, which is us. We are his assembly. And then David bowed down before God and worshipped him. And also the people also bowed down before the king, because David was anointed by God the Father. And the same manner
when we worship God our Father in the assembly of Jesus Christ, which is our church, God will ask us to bow down and honor His Son Jesus Christ as the Lord of Lords and the King of Kings, who has been anointed by Him. अभी जो हमने बताया था आराधना और आदर का एक नमूना हम पुराने नियम में देखते हैं। पहला इतिहास उसका 29 अध्याय 20 आयत में हम पढ़ते हैं, तब दाऊद ने सारी सभा से कहा, तुम अपने परमेश्वर यहोवा का धन्यवाद करो। तब सभा के सब लोगों ने अपने पितरों के परमेश्वर यहोवा को धन्यवाद किया और अपना अपना सिर झुकाकर यहोवा को और राजा को दंडवत किया। यहाँ हम देखते हैं लोगों ने परमेश्वर के सामने दंडवत किया, उसे परमेश्वर और परम प्रधान मानते हुए, और अपने प्रजा के राजा का भी सम्मान किया दंडवत करते हुए। इसी प्रकार जब हम कलीसिया होकर इकट्ठा होते हैं, सभा होकर, तब हम पिता परमेश्वर को ऊंचा करते हैं, साथ ही साथ हम पिता को भी आदर और सम्मान करना चाहिए। ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഇനി ഇതുകൊണ്ടും പിതാവ് നിർത്തിയിട്ടില്ല. ഇനി ശ്രദ്ധിക്കുക, ഇത്രയും ബഹുമാനിച്ച പോരാ തൻ്റെ പുത്രനെ. പിതാവ് പറയുകയാണ്, പുത്രൻ ഇപ്പോൾ പോയിരിക്കുക, ഇനി വീണ്ടും പുത്രൻ ഇങ്ങോട്ടേക്ക് വരും. എബ്രായ ലേഖനം 1-ാം അധ്യായം പറയുക, തിരികെ വരുമ്പോൾ ദൈവത്തിൻ്റെ സർവ്വദൂതന്മാരും ഈ പുത്രനെ നമസ്കരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? പുത്രൻ തിരികെ വരും. തൻ്റെ പുത്രനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ സർവ്വദൂതന്മാരും പുത്രൻ്റെ മുമ്പിൽ മുട്ടുമടക്കണം, പുത്രനെ നമസ്കരിക്കണം. പുത്രനെ ബഹുമാനിക്കണം എന്നുള്ളത്, പുത്രന്മാരെ ബഹുമാനിക്കണം എന്നുള്ളത് യേശുവിനെ മാത്രമല്ല നമ്മളെയും, അതൊക്കെ വചനമുണ്ട്, നമ്മുടെ ക്ലാസ് അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ബഹുമാനിക്കണം എന്നുള്ളത് പിതാവിൻ്റെ ആഗ്രഹമാണ്. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. And this is not just the this is not just the honor that God desires for His Son. He desires even greater honor for His Son. If you look the book of Hebrews in chapter 1, it says that when God comes back with his angels, He wants all the angels to bow down and worship our Lord and Savior Jesus Christ, because God wants all the angels to honor His Son. And there are other verses which says that God wants to honor not just His Son Jesus Christ, but also the other sons who are redeemed through Jesus' blood, that is us. And this is the character of God, that He wants to honor all His sons. केवल इतना नहीं, लेकिन पिता की इच्छा है कि पुत्र का आदर कैसे किया जाए। पुत्र अभी स्वर्ग में है लेकिन वापस लौटेगा, तब सारी स्वर्गदूतों को भी हुक्म दिया जाता है कि वे प्रभु यीशु मसीह के सामने वे दंडवत करें और यीशु मसीह की आराधना करें। वो हम इब्रानियों 1 में पढ़ते हैं। तो हमें ये समझना है, पिता परमेश्वर का जब हम स्तुति आराधना जब आदर करते हैं, पिता की इच्छा है कि उसका पुत्र का भी आदर किया जाए। ये केवल हमारे स्वर्गीय पिता ने, पृथ्वी के पिता की भी ऐसे ही बात है, उसके बारे में अभी हम विवरण नहीं करेंगे, लेकिन ये समझ हमें होना चाहिए। പ്രിയ സഹോദരികളെ, അതുകൊണ്ട് ഇതിൽ നമുക്കുള്ള സന്ദേശം എന്ന് പറയുന്നത്, നമ്മൾ വിശുദ്ധ ബൈബിൾ അനുസരിച്ച് പിതാവിൻ്റെ ആഗ്രഹം അനുസരിച്ച് പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെ ബഹുമാനിക്കണം. പക്ഷേ ഇന്നത്തെ ക്രിസ്തീയ സഭകളെ പോലെ, അധിക സഭകളെ പോലെ ആയിത്തീരരുത്. പിതാവിനെ ഒഴിവാക്കി പുത്രനെ ബഹുമാനിക്കുന്നത് അപകടമാണ്. അവസാനം നമ്മൾ സ്വർഗ്ഗരാജ്യത്തിന് പുറത്ത് പോകും. പിതാവിനെ ലിമിറ്റ് ചെയ്തിട്ട് പിതാവിന് കുറച്ചും പുത്രന് കൂടുതലും കൊടുക്കില്ല, അതല്ല ബൈബിളിൻ്റെ മെത്തേഡ്. പിതാവിനെ എങ്ങനെ ബഹുമാനിക്കുന്നോ അതുപോലെ തന്നെ പുത്രനെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ബൈബിളിൻ്റെ മെത്തേഡ്. അതുകൊണ്ട് ആദ്യം പിതാവിനെ ബഹുമാനിക്കുക, പിന്നെ പുത്രനെ ബഹുമാനിക്കുക. ഇന്നലെ ഫാമിലി ക്ലാസ്സിൽ, ഇന്നലെ മിനിഞ്ഞാൻ തോന്നുന്നു, ഫാമിലി ക്ലാസ്സിൽ നിങ്ങൾ കേട്ടു ഒരു ഭാര്യ എങ്ങനെയുള്ളവളായിരിക്കണം ഒരു സ്ത്രീയെ? പുത്രപ്രിയരും ഭർത്തൃപ്രിയരും അല്ല, ഭർത്തൃപ്രിയരും പുത്രപ്രിയരും ആയിരിക്കണം. മനസ്സിലായി? ഇന്ന് നേരെ എല്ലാം തലതിരിച്ചു. കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായാൽ പിന്നെ ഭർത്താവുള്ള സ്നേഹം കുറഞ്ഞു പോയി, പിന്നെ പുത്രനോടായി അല്ലെങ്കിൽ പുത്രിയോടായി. അങ്ങനെയല്ല ബൈബിൾ അനുശാസിക്കുന്നത്. ദൈവവചനം പറയുന്നു, ഭർത്തൃപ്രിയരും പുത്രപ്രിയരും ആയിരിക്കാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. മനസ്സിലായോ? അവരെ പരിശീലിപ്പിക്കണം. അല്ല, നിങ്ങളിൽ നാച്ചുറൽ ലെവലിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്നേഹം തലതിരിഞ്ഞ് പോകാനായിട്ട് ഇടയാകും. അപ്പോൾ ഇതൊന്നും തലതിരിയരുത്. എല്ലാം ബൈബിൾ വ്യവസ്ഥയെ തന്നെ മുന്നോട്ടേക്ക് പോകണം. പിശാചൊന്നും തലതിരിക്കാൻ ഇടയാകരുത്. സർവ്വലോകവും പിശാചിൻ്റെ കീഴിലാണ് കിടക്കുന്നത്. പക്ഷേ നമ്മൾ ദൈവരാജ്യത്തിലായിരിക്കണം. So the message we have read till now is that we should honor God the Father. We should honor Jesus Christ just like we honor God the Father. Now, we shouldn't remove God the Father and give all the honor to a false Jesus. We should
we should first honor God the Father and then our Lord and Savior Jesus Christ. Yesterday in our session we read that the women must be trained to be to love and honor their husband and then their children, not the children first and then the husband. Nowadays when after the children is born, the husband is forgotten and the priority is first to the children. And Bible says that it should not be like that. And in our spiritual life also, the first priority should be to God our Father and then to our Lord Jesus Christ. तो आराधना का जो आदर्श जो हमने बताया भी उसी का हम पालन करें, पिता परमेश्वर का आदर करें, और जैसे पिता का आदर होता है उसी प्रकार पुत्र का भी आदर करें। और जैसे अधिकांश कलीसियाओं में आज होता है, वे पिता को सरकाकर या पूरी तरह से ठुकरा कर सिर्फ पुत्र का नाम लेते हैं, आदर करते हैं। ऐसे नहीं करना है। जैसे हमने कल फैमिली क्लास में भी सुना था, जैसे कुछ स्त्रियां होती है, वचन में लिखा है पतियों से प्रेम करने वाले, पति से प्रेम करने वाले और पुत्रों से, पहले पुत्र पुत्रियों से नहीं, जैसे कि कुछ स्त्रियां करते हैं। पति का पहले आदर और प्रेम करें और बाद में पुत्रों का या बच्चों का। इसी प्रकार हम पिता परमेश्वर को पहले आदर करें और हम यीशु मसीह का भी आदर करें। പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ടൈറ്റിലേക്ക് മടങ്ങി വരട്ടെ. സീക്ക് ദ ഹോണർ ഫ്രം ഗോഡ് ദ ഫാദർ എന്നുള്ള യേശുവിൻ്റെ മെത്തേഡ് അത് നമ്മൾ ഫോളോ ചെയ്യണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത് നമ്മളെല്ലാവരുടെ മെത്തേഡ് മനുഷ്യരിൽ നിന്ന് ബഹുമാനം വാങ്ങുക എന്നുള്ളതാണ്. എന്നാൽ യേശു ക്രിസ്തു യോഹന്നാൻ 5:41 പറയുന്നു, ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. പിന്നെ യേശു ക്രിസ്തു മനുഷ്യരോട് പറയുക, നമ്മളോട് പറയുകയാണ് അതിൻ്റെ 44 നിങ്ങൾ ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? മനുഷ്യരോട് തമ്മിൽ ബഹുമാനം വാങ്ങുന്നു. എന്നിട്ട് ഏക ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയോ? അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നത് മനുഷ്യരോടുള്ള ബഹുമാനമാണ്, ഏക ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അല്ല. പക്ഷെ യേശു അന്വേഷിക്കുന്നത് അങ്ങനെയല്ല. ഞാൻ നിങ്ങളിൽ നിന്ന് ബഹുമാനം അന്വേഷിക്കുന്നില്ല, ഞാൻ ഏക ദൈവത്തിൽ നിന്നുള്ള ബഹുമാനമാണ് ഞാൻ അന്വേഷിക്കുന്നത്. അപ്പോൾ നമ്മളും അതേപോലെ ആയാൽ എത്രയോ നല്ലതാണ്. So coming back to our original message, in the book of John chapter 5 verse 41, Jesus Christ says, I do not accept glory from human beings. On the other hand, others they accept honor from each other. They pat each other so that they get honor from each other. But Jesus Christ does not seek honor from any human being. He seeks honor from only from God the Father. And we should also be like that in our life. तो आज जो हमने हमारा संदेश का शीर्षक में हम वापस लौटेंगे, जो इस प्रकार है, पिता परमेश्वर से आदर चाहो। हम यूहन्ना 5 उसके 44 में प्रभु कहता है, तुम जो एक दूसरे से आदर चाहते हो और वो आदर जो एकमात्र परमेश्वर की ओर से है नहीं चाहते, किस प्रकार विश्वास कर सकते हो? तो हम मनुष्यों से नहीं लेकिन पिता परमेश्वर से आदर चाहा करें। ശ്രദ്ധിച്ചേ സഹോദരങ്ങളെ, ഇനി യേശു എവിടെയെങ്കിലും ആരോടെങ്കിലും ചോദിച്ചോ, പറഞ്ഞോ, എന്നെ പുകഴ്ത്ത് എന്നെ സ്തുതിക്കുന്ന എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരോടല്ല, പിതാവിനോട് എന്നെ മഹത്വപ്പെടുത്താൻ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആരെ പോലെ ആകാനാ വെച്ചേക്കണേ? മനുഷ്യരെ പോലെ ആകാനാണോ യേശുവിനെ പോലെ ആകാനാണോ? ദൈവപുത്രനായ യേശുവെ പോലെ ആകാനല്ലേ? യേശു ക്രിസ്തു പിതാവോട് ചോദിക്കുകയാണ് യോഹന്നാൻ 17:5, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. കണ്ടോ, യേശു ആരോടാ മഹത്വം അന്വേഷിക്കണേ? പിതാവിനോട്. നമ്മൾ ആരോടാ മഹത്വം അന്വേഷിക്കണേ? മനുഷ്യരോട്. അതുകൊണ്ട് നമുക്ക് ആരെ പോലെ ആകാം? യേശുവിനെ പോലെ ആകാൻ മനസ്സ് പുതുക്കി രൂപത്തിനെ, മക്കളെ ശ്രദ്ധിച്ചേക്കുക, മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തുക. ഹല്ലേലൂയ. ഇനി മനുഷ്യരോടല്ല ഞാൻ ബഹുമാനം അന്വേഷിക്കുന്നത്, എന്നെ സൃഷ്ടിച്ച എൻ്റെ സ്വർഗസ്ഥ പിതാവിനോടാണ് ഞാൻ ബഹുമാനം അന്വേഷിക്കുന്നത്. ഇത് ആരുടെ മോഡലാ? യേശുവിൻ്റെ മോഡലാ. ആ യേശുവെ പോലെ ആകാൻ ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. So where does Jesus seek his honor from? If we turn to the book of John chapter 17 verse 5, it says, and now Father, glorify me in your presence with the glory I had with you before the world began. So Jesus did not seek his glory from men. Jesus sought his glory from God, and he asked God that he be glorified by God in the way he had the glory before the world began. And we should also be like that. We should follow the model of Jesus Christ and seek glory from God the Father and not from men. तो हमें यीशु मसीह के समान होना है। यीशु मसीह ने कभी चाहा कि मेरी प्रशंसा स्तुति करो?
यीशु मसीह ने कहा, लेकिन किससे कहा? पिता परमेश्वर से कहा। हम यूहन्ना 17 में पढ़ते हैं 5वें आयत में, अब हे पिता, तू अपने साथ मेरी महिमा उस महिमा से कर जो जगत की सृष्टि से पहले मेरी तेरे साथ थी। तो हम पिता परमेश्वर से इस प्रकार कर सकते हैं, लेकिन पिता परमेश्वर से आदर चाह सकते हैं, लेकिन इंसानों से नहीं चाहना चाहिए। ഇനി ഈ പ്രാർത്ഥനയുടെ ഉത്തരം ദൈവം കേട്ടു, ഇന്നും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് ക്രിസ്തു യേശുവിലുള്ള അതേ ഭാവം തന്നെ നമുക്കുണ്ടാകട്ടെ. ക്രിസ്തു യേശുവിലുള്ള ഭാവം മനുഷ്യരോട് ബഹുമാനം അന്വേഷിച്ച് നടക്കുകയല്ല. നീ തംസപ്പടിക്കുക, നീ ലൈക്ക് അടിക്കുക എന്ന് പറഞ്ഞ് നടക്കുകയല്ല, അല്ലേ? ഹല്ലേലൂയ. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് ആര് ലൈക്ക് അടിക്കാനാണ്? മനുഷ്യർ ലൈക്ക് അടിക്കാനല്ലേ? ഹല്ലേലൂയ. പക്ഷെ ക്രിസ്തു എന്തെങ്കിലും ചെയ്യുന്നത് പിതാവ് ലൈക്ക് അടിക്കാനാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു അന്വേഷിക്കുന്ന പിതാവിൽ നിന്നുള്ള ബഹുമാനം, ഈ മനോഭാവം തന്നെ ആർക്കുണ്ടാകണം? നമുക്കുണ്ടാകണം. അതാണ് ഫിലിപ്പിയർ 2:5 പറഞ്ഞത്, ക്രിസ്തു യേശുവിലുള്ള ഈ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. So in the book of Philippians verse 2 chapter 5 it says, in your relationship with one another have the same mindset of Christ Jesus. So whenever we do things, we typically do things so that others approve of us, so that others give us a like or a thumbs up in our WhatsApp or whatnot. But Jesus Christ did not seek honor from men. Jesus Christ sought honor from God. So the thumbs up, the approval that Jesus Christ sought was from his God his Father, and God gave him that honor. The honor that Jesus Christ sought, God gave him, and even today he gives to those who seek honor from him and not from men. पिता परमेश्वर ने प्रभु यीशु का महिमा किया और करता रहता है, इसलिए ही हमसे कहा जाता है हम प्रभु यीशु मसीह का मन रखा करें। फिलिपियों 2:5 में पढ़ते हैं, इस जैसा मसीह यीशु का स्वभाव था वैसा ही तुम्हारा भी स्वभाव हो। यीशु मसीह ने पिता परमेश्वर से आदर चाहा, लोगों से नहीं, इंसानों से नहीं। इसी प्रकार हम भी हमारा भी स्वभाव हो, मन हो। ഹല്ലേലൂയ. മക്കളെൻ്റെ ഒപ്പം ഉണ്ടോ? ഇനി ഈ മനോഭാവം ഉണ്ടെങ്കിൽ എന്താ ഗുണമെന്നറിയാമോ? അതിൻ്റെ 9-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് ഈ മനോഭാവം ഉണ്ടാകണേ, ദൈവം അവനെ ഏറ്റവും ഉയർത്തി. പ്രാർത്ഥന എന്തായിരുന്നു? എന്നെ മഹത്വപ്പെടുത്തണമെന്നല്ലേ? ഇതല്ലേ പ്രാർത്ഥന? അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ആരിൽ നിന്നല്ല മഹത്വം അന്വേഷിക്കണേ? ജനത്തിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന മഹത്വം, പിതാവിൽ നിന്ന് മഹത്വം അന്വേഷിക്കണേ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സർവനാമങ്ങൾക്ക് മുകളിലുള്ള നാമം കൊടുത്തു. എല്ലാ നാവും യേശുവിനെ പ്രപഞ്ചത്തിന്റെ കർത്താവെന്ന് ഏറ്റുപറയണോ, സകല മുഴങ്കാല് അവന്റെ മുമ്പിൽ മടങ്ങുകയും വേണം. ആർക്കു വേണ്ടി? ഇതാക്കി വെച്ച് പിതാവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി. പിടുത്തം കിട്ടിയോ? അപ്പൊ പുത്രന്റെ മുമ്പിൽ ഇതാ ആരെങ്കിലും മുട്ടുമടക്കുമ്പോ ശരിക്കും ആരുടെ നാമം മഹത്വപ്പെടുന്നേ? പിതാവിന്റെ നാമം മഹത്വപ്പെടുന്നേ. മനസ്സിലായോ? ഇന്നത്തെ ടൈപ്പ് ക്രിസ്തു അല്ല, ഈ ടൈപ്പ് ആയിരിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, 2 ടൈപ്പ് ക്രിസ്തുവിനെ കാണാം. ഒന്ന് ഇതാ അബ്ശാലോം ടൈപ്പ് മോൻ. അതാണ് ഇന്നത്തെ ക്രിസ്തു. അബ്ശാലോം എന്നാ ചെയ്തേ? ദാവീദിൻ അപ്പൻ രാജാവായ ദാവീദിനെ സൂത്രപ്പണിയിലൂടെ ദാവീദിനെ കാട്ടിലേക്ക് ഓടിച്ചു, രാജസ്ഥാനത്തുനിന്ന് ഓടിച്ചു, മോൻ കയറി രാജാവായ. അങ്ങനത്തെ ക്രിസ്തു പരിപാടി നടക്കില്ല. അത് അപ്പനെ ഒഴിവാക്കല. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഈ സ്വർഗസ്ഥ പിതാവ് പുത്രനിൽ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്, ഈ പിതാവാണ് പുത്രനെ ആരാക്കി വെച്ചേ? രാജാവാക്കി, കർത്താവാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പുത്രനെ ആരെങ്കിലും ബഹുമാനിക്കുന്നില്ലെങ്കിലോ ആരെ അവമാനിക്കുന്നേ? പിതാവിനെ അവമാനിക്കുന്നേ. അതായത് നീ വെച്ച ആ അധികാരത്തിന് എനിക്ക് മനസ്സ് ഇല്ല. പക്ഷെ പുത്രനെ വണങ്ങിയാൽ ആരെയാ വണങ്ങണേ, ബഹുമാനിക്കണേ? പിതാവിനെയാണ് ബഹുമാനിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞോളം ഇന്ന് ധാരാളം പങ്ക് സഭകളിൽ നടക്കുന്നത് അബ്ശാലോം മോഡലാണ്. ഹല്ലേലൂയ. പിതാവിനെ ഒഴിവാക്കി പുത്രനെ നമസ്കരിക്കുന്നു. അതല്ല, പിതാവിന്റെ കൽപ്പനയാൽ പിതാവ് വെച്ച രാജാവായ പുത്രനെ നമസ്കരിക്കാൻ ഇടയാകണം. പിടുത്തം കിട്ടിയോ? ഇതാണ് പിതാവിനെ ബഹുമാനിക്കുന്നത്. ഇതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിലും
മേലായ നാമം, ഒരു നാമം ഒഴിച്ചിട്ടോ, പിതാവിൻ്റെ നാമം ഒഴിച്ച സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ 3 ലോകരുടെ, സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ്, അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ തലവൻ, ഞങ്ങളുടെ രാജാവ്, ഞങ്ങളുടെ നേതാവ് എന്ന് ഏറ്റുപറയും. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയും. അപ്പൊ യേശുവിനെ കർത്താവ് എന്ന് അംഗീകരിക്കുമ്പോൾ ആർക്കാ മഹത്വം ഉണ്ടാകണേ? പിതാവിനാണ് മഹത്വം ഉണ്ടാകണേ. തിരിച്ചറിയണം, പിതാവിനെ ഒഴിവാക്കിയിട്ടുള്ള യേശു പിതാവിനല്ല മഹത്വം കൊടുക്കുന്നത്, പിതാവിനെ മറയ്ക്കുകയാണ്. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. ദൈവം സഹായിക്കും. So, as we read in the book of Philippians chapter 2 verse 5, it says, have the same mindset as Christ Jesus. Having the same mindset of Christ Jesus means to not seek honor from men, but to seek honor from God the Father. And if you do that, what happens? It is written further in that same passage. If you read the verse 9 and 10 and 11, it says, therefore God exalted him to the highest place and gave him the name that is above every name. So God, because Jesus sought honor from God, God exalted Jesus Christ to the highest place and gave him a name above all name except his own, that at the name of Jesus every knee should bow, in heaven and on earth and under the earth. So every knee in heaven and earth and under the earth, in all 3 worlds, every knee will bow before Jesus Christ, because Jesus had that mindset. And every tongue acknowledge that Jesus Christ is Lord, to the glory of God the Father. So every tongue is acknowledging that Jesus Christ is Lord. Why? For the glory of Father, because God appointed him. And if a tongue does not acknowledge Jesus Christ, then that means that he is rebelling against God's decision. And therefore we should be like this Jesus who was exalted by God. But there is a different model of Jesus which we can call the Absalom Jesus. In the Old Testament we have the story of Absalom who rebelled against his father David and set himself as king, trying to remove David from his throne. We shouldn't be like that. We should be like the Jesus who is here, who honored his father and was exalted to the highest place exalted to such heights, to the highest place by his father. फिलिपियों 2 अध्याय उसका 9वें आयत में हम देखते हैं, पिता परमेश्वर ने यीशु मसीह की मांग जो उसने मांगा मेरी महिमा कर सचमुच पूरा किया। वहाँ हम देखते हैं 9, 10 और 11 को पढ़ते वक्त, इस प्रकार परमेश्वर ने उसको अति महान भी किया और उसको वह नाम दिया जो सब नामों से श्रेष्ठ है, कि जो स्वर्ग में और पृथ्वी के नीचे हैं, वे सब यीशु के नाम पर घुटना टेके और परमेश्वर पिता की महिमा के लिए हर एक जीव अंगीकार कर ले कि यीशु मसीह ही प्रभु है। यहाँ हम देखते हैं यीशु मसीह का आदर और सम्मान निश्चय प्रभु परमेश्वर करने को कहता है, लेकिन किसकी महिमा के लिए? पिता परमेश्वर की महिमा के लिए। यीशु मसीह चाहता है हमेशा कि पिता का महिमा और आदर हो, लेकिन झूठा मसीह जो है वो अपने लिए आदर चाहता है। वो अबशालोम के समान है। जैसे हम जानते हैं अबशालोम की कहानी, दाऊद राजा का बेटा था, उसने दाऊद राजा को भगा दिया, अपनी राजगद्दी को छीन लिया राजा दाऊद की। ये अबशालोम जैसे नहीं है, झूठा मसीह है वो। प्रभु यीशु मसीह जो सच्चा मसीह है वो पिता का आदर चाहता है और पिता उसका आदर करता है। ഗുരുവായൂരോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക, ഇത് അവസാനിപ്പിക്കുക. ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ പലരുടെ ഉള്ളിൽ ഡൗട്ട് കയറിയിട്ടുണ്ടോ? ഇന്ന് സഭകൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന അതിൻ്റെ 6-ാം വാക്യം, യേശു ക്രിസ്തു ദൈവ രൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ. ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെ എന്താ എഴുതണേ? ഏത് രൂപത്തിലിരിക്കെ? അത്യുന്നതനായ ദൈവമായിരിക്കുക എന്നല്ലല്ലോ, ഇൻ ദ ഫോം ഓഫ് ഗോഡ് എന്നല്ലേ, അല്ലേ? ദൈവരൂപത്തിലിരിക്കുകയല്ലേ. നിങ്ങൾക്കറിയാമോ ഞാൻ ഏത് സ്പീഷീസാണെന്ന് നിങ്ങൾക്കറിയോ? ലയണാണോ ടൈഗറാണോ മനുഷ്യനാണോ? മനുഷ്യനല്ലേ. അങ്ങനെ എനിക്കൊരു മോൻ പുറകിരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഏത് ഇനമായിരിക്കും? മനുഷ്യനല്ലേ. അങ്ങനെയെങ്കിൽ ദൈവത്തിനൊരു മകൻ ജനിച്ചാൽ ഏത് രൂപമായിരിക്കും? ദൈവം തന്നെ അല്ലേ. ഇനി വേറൊരു സത്യം പറയട്ടെ, പുതിയ സൃഷ്ടിയിൽ നിങ്ങളെല്ലാം ദൈവരൂപമാണ്. ഞെട്ടണ്ട. പുതിയ സൃഷ്ടി ദൈവത്തിൻ്റെ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷനാണ്. നിങ്ങളൊക്കെ ദൈവരൂപമാണ്. ഇതാ മനുഷ്യരൂപമുള്ളൂ. പുതിയ സൃഷ്ടിയിൽ നമ്മളെല്ലാം ദൈവരൂപമാണ്. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഉള്ളവർക്കായി വായിച്ചു എഫേസ്യ ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യം. പഴയ സൃഷ്ടിയിൽ ചതിമോഹങ്ങൾ വഷളായി പോയ പഴയ മനുഷ്യനാണെങ്കിൽ
പുതിയ സൃഷ്ടികൾ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പുതിയ സൃഷ്ടികൾ നാം എല്ലാവരും ക്രിസ്താനുരൂപമാ, ദൈവാനുരൂപമാ. ഈ ഒരു തിരിച്ചറിവില്ലാതെ സഭയ്ക്ക് പോയതാണ് അവർക്ക് പറ്റിയ അബ്ദം. ഹല്ലേലൂയ. വായിക്കുക എഫെസ്യർ 4:24. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഏതനുരൂപം? ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട, അല്ലേ? ഇതാണ് മോനെ മോളെ നീയെ, ഇതാണ് ക്രിസ്തു. ഇതാ അവർ എഴുതി വെച്ചിരിക്കണേ. ഇതാ അവൻ ദൈവരൂപത്തിലിരിക്കെ നമ്മളെ പുതിയതായി സൃഷ്ടിച്ചതും ദൈവരൂപത്തിലാണ്. മനസ്സിലായോ? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചോളൂ. ഇനി എൻ്റെ മോന് എത്ര പിള്ളേര് ജനിച്ചാലും അവരൊക്കെ മനുഷ്യരൂപമാണ്. മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിന് എത്ര മക്കൾ ജനിച്ചാലും അവരെല്ലാം ദൈവരൂപമാണ്. മനസ്സിലായോ? ഇതാ ക്രിസ്തു പറയുന്നത്, ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. പിടുത്തം കിട്ടിയോ? ഈ സത്യമൊക്കെ തിരിച്ചറിയാതെ ഇത് പറഞ്ഞു വരുമ്പോൾ ദുരുപദേശം ഒന്നും പറഞ്ഞ് പിശാച് കറങ്ങി നടക്കുക അവൻ്റെ ആളുകളും. ആ തന്ത്രത്തിൽ എൻ്റെ മക്കളെ നിങ്ങൾ വീഴരുത്, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വർഗ്ഗസ്ഥ പിതാവുണ്ട്. ഹല്ലേലൂയ. ഇതാ ദാസ മനോഭാവം അല്ല നിങ്ങൾക്ക് നൽകിയത്, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ദൈവത്തിന്റെ മക്കളുടെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് നൽകിയത്. അതുകൊണ്ട് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് ഈ പാപ കാരാഗ്രഹത്തിൽ നിന്ന്, ഈ ലോകത്ത് നിന്ന്, പിശാചിന് കീഴിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യേശുവെ അനുഗമിച്ച് യേശുവെ ധരിച്ച് ഇതാ ആ പിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് യാത്രയാകാം, എഴുന്നേക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. So before we conclude, I am just taking a small diversion to clear out a doubt, because in the book of Philippians chapter 2 verse 6 it says about Jesus Christ, who being in the form of God thought it not robbery to be equal with God. So many may be confused about this being in the form of God, and the answer to that is that take pastor for example. Pastor is of which species? He is not a lion or a tiger, he is of a human species, and you have the pastor's son sitting at the back, and he is also of the human species. So in the same manner here we are speaking about Jesus Christ being in the form of God. He is speaking about the species. And just like that, I would also like to inform you that in the new creation you will also be in the form of God. You may be surprised by this, but if you read the book of Ephesians, chapter 4 verse 24, it says, and to put on the new self, created to be like God in true righteousness and holiness. So you will be in the same form of God, as in same nature as God, just like you are in human form right now. In the new creation you will be in the same form of God. और समाप्त करने से पहले एक और वचन को पढ़कर समझाना चाहते हैं, जिसके कारण कुछ लोगों के मन में कन्फ्यूजन होता है कई बार। फिलिपियों 2 उसका 6 आयत, जिसने परमेश्वर के स्वरूप में होकर भी परमेश्वर के तुल्य होने को अपने वश में रखने की वस्तु न समझा। यहाँ पर यीशु मसीह के बारे में लिखा गया है, वो परमेश्वर के स्वरूप में था। और जैसे कि इसका उदाहरण के तौर से इंसान होते हुए, पासबान अगर जो इंसान है उनका स्पीशीज़ है इंसान का, वो शेर या सिंह के स्पीशीज़ में नहीं है। इसी प्रकार उनका बेटा जो यहाँ पर खड़ा है वो भी इंसान है, और उसके जितने भी बच्चे होंगे वे सभी इंसान रहेंगे। इसी प्रकार परमेश्वर का पुत्र वो परमेश्वर के स्वरूप में था। और हम हमारे विषय में भी जो उद्धार पाते हैं और नए जन्म पाते हैं, हमारे विषय में लिखा गया है एफेसियों 4:24 में, हम भी परमेश्वर के समानता में या उसके स्वरूप में हो जाएंगे। वो वचन इस प्रकार लिखा है, और नए मनुष्यत्व को पहन लो जो परमेश्वर के अनुरूप सत्य की धार्मिकता और पवित्रता में सृजा गया है। കണ്ണുകളടയ്ക്കാം. നമുക്കെല്ലാവർക്കും യേശുവിനെ പോലെ മനുഷ്യരിൽ നിന്നുള്ള മഹത്വമല്ല, മനുഷ്യരിൽ നിന്നുള്ള റിവാർഡല്ല, ദൈവത്തിൽ നിന്നുള്ള റിവാർഡ് അന്വേഷിക്കാം. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, എന്നാൽ നിങ്ങളോ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിനുള്ള ബഹുമാനം അന്വേഷിക്കുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? യേശു പിതാവോട് ബഹുമാനം അന്വേഷിക്കുന്നു. പിതാവേ, ലോകമുണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് അങ്ങയോട് കൂടെയുള്ള മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അതിനായി യേശുവിനുണ്ടായ മനോഭാവം, യേശു തന്നെത്താൻ താഴ്ത്തി. ഈ മനോഭാവം നമുക്കും ഉണ്ടാകട്ടെ.
ദൈവ രൂപത്തിലിരിക്കുന്ന ക്രിസ്തു ആ രൂപം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ താൻ രൂപം മാറി മനുഷ്യരൂപത്തിലേക്ക്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ജീവപര്യന്തം മരണത്തിന് അടിമകളായവരൊക്കെയും വിടുവിച്ചു. ക്രൂശിലെ മരണത്തോളം സ്വർഗീയ പിതാവിനോട് അനുസരണമുള്ളവനായി. ഒരു പോയിന്റിൽ യേശു പറഞ്ഞു, പിതാവെ കഴിയുമെങ്കിൽ ഒന്ന് മാറ്റിത്തരണമേ, ഈ പാനപാത്രം ഒന്ന് ഒഴിവാക്കി തരണമേ. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ സ്വയത്തെ ത്യജിച്ച പാനപാത്രത്തിലൂടെ കടന്നു പോകുവാൻ യേശു തന്നെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ദൈവം പറയുന്നു, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മുകളിലുള്ള നാമം കൊടുത്തു. യേശുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ സകല മുഴങ്കാലുകളും മടങ്ങുകയും യേശുവാണ് കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി 3 ലോകത്തുള്ളവരും ഏറ്റുപറയണമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. മനുഷ്യരിൽ നിന്ന് മഹത്വം അന്വേഷിക്കാതെ സ്വർഗസ്ഥ പിതാവിൽ നിന്ന് മഹത്വം അന്വേഷിച്ച പുത്രൻ സർവനാമത്തിന് ഉപരിയായ നാമത്തിന് അർഹനായെങ്കിൽ, എൻ്റെ മോനെ മോളെ, നമുക്കും ആ പുത്രൻ ചെയ്തതുപോലെ പിതാവിൽ നിന്നുള്ള മഹത്വം അന്വേഷിക്കാം. പിതാവിൽ നിന്നുള്ള മഹത്വം അന്വേഷിക്കാം. ആ കാൽവരി ക്രൂശിലെ യാഗത്തോളം മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ആ തിരുവത്താഴ് ശുശ്രൂഷയിൽ നാം കടന്നു വരികയാണ്. അത് ഓർക്കുകയാണ് നാം. ആ പുത്രന്റെ അനുസരണത്തെ ഓർക്കുകയാണ്. നമ്മുടെ പഴയ പാപങ്ങൾക്ക് പരിഹാരം ഓർക്കുകയാണ്. നാം പുതിയ സൃഷ്ടിയായതിനെ ഓർക്കുകയാണ്. ഒരു പുതിയ മാറ്റം, പുതിയ ഒരു ആരംഭം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങിയതിനെ നാം ഓർക്കുകയാണ്. വീണുപോയ മനുഷ്യരൂപത്തിൽ നിന്ന് ദൈവാനുരൂപമായി ദൈവത്തിന്റെ ക്ലാസ്സിൽ സൃഷ്ടിക്കപ്പെട്ട ആ പുതിയ മനുഷ്യനിലേക്കുള്ള മാറ്റം ഇതുവരെ തിരിച്ചറിയാതിരുന്നപ്പോ ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനിലൂടെ, പുത്രന്റെ ആത്മാവിലൂടെ ഇത് നമുക്ക് തിരിച്ചറിയിക്കുന്നതിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ പുതിയ സൃഷ്ടിയാണ് ഇനി കാര്യമൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മമണ്ഡലത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് നമുക്ക് തിരിയാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ മക്കളെ ഏവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ഹാളിൽ, ഈ ശബ്ദ കാഴ്ചവറുതിയിൽ, ഇപ്പോഴും തുടർന്ന് ഓൺലൈനിലൂടെ വിവിധ മീഡിയങ്ങളിലൂടെ കർത്താവെ അങ്ങയെ ശ്രവിക്കുന്ന, അങ്ങയുടെ ചിന്തകൾ ശ്രവിക്കുന്ന മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, പ്രപഞ്ച സൃഷ്ടി മുതൽ കർത്താവെ മറഞ്ഞു കിടന്ന പല രഹസ്യങ്ങളും അങ്ങ് റിലീസ് ചെയ്യുന്നതിനാൽ, അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിൽ വെളിവാക്കി കൊടുക്കുന്നതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങയുടെ അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിശാചിന്റെ പല കോട്ടകൾ ഇടിഞ്ഞ് തകർന്ന് താഴെ പോയതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഈ കടന്നു പോകുന്ന ഈ മക്കള് ഒരു ജോഷുവയുടെ ബലത്തോടുകൂടെ, ഒരു സ്പിരിച്വൽ ആത്മാവിന്റെ സ്പിരിച്വൽ ജോഷിയുടെ ബലത്തോടുകൂടെ, അങ്ങനെ ആത്മാവിന്റെ ശക്തിയോടുകൂടെ പോകട്ടെ. അവരുടെ ദേശങ്ങൾ കർത്താവ് പിശാച് കെട്ടിയിട്ടിരിക്കുന്ന കോട്ടകൾ ഇടിച്ച് കളയുവാൻ തക്കവണ്ണം ഈ വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവേ, ഇത് ഏതെല്ലാം ദേശങ്ങളിലൂടെ പറന്ന സുവിശേഷമായി ഈ ലോകത്തിന്റെ 7 വൻകരകളിൽ ചെന്നെത്തുമ്പോൾ അവിടെയെല്ലാം പിശാച് കെട്ടിയ കോട്ടകൾ ഇടിഞ്ഞ് തകർന്ന് താഴെ വീഴുക അപ്പാ അങ്ങ് ഇടയാക്കിയാട്ടെ. അങ്ങയുടെ അത്ഭുത കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഞാൻ അയച്ച വചനം അത് വെറുതെ മടങ്ങി വരാതെ അയച്ച കാര്യം സാധിക്കുമെന്ന ദൈവത്തിന്റെ വചന പ്രകാരം ഈ വചനം ദൈവം സ്വർഗത്തിൽ നിന്ന് എന്നിലൂടെ അയച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പിശാചിന്റെ കോട്ടകളെ തകർത്ത് കളയട്ടെ. ദൈവ ഇഷ്ടം നിറവിലാക്കപ്പെടട്ടെ. സർവമഹത്വം പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഈ ജനത്തിന്റെ എല്ലാ ആവശ്യങ്ങളും കൂട്ടായിരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ അപ്പ നമ്മുടെ കൂടെയുണ്ട്. ക്രിസ്തു ഇപ്പോഴും എപ്പോഴും കൂടെയുണ്ട്. പുറത്തുള്ളവരുണ്ട്, കൂടെയുള്ളവരുണ്ട്, അകത്തുള്ളവരുണ്ട്. നമുക്ക് അകത്തുള്ളവരോട് ചേർന്ന് നടക്കാം. താങ്ക് യു വെരി മച്ച്. പീസ്.